MRC തൊപ്പി ഗ്യാങ്ങും ആ ഗ്യാങ് പൊട്ടിത്തെറിച്ചതും അതിൻ്റെ അകത്തുണ്ടായ വിഷയങ്ങളും എല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സൈബർ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ലൈവിലിരുന്ന് അവരവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അവിടെ എന്തും വിളിച്ചു പറയാം, എന്തും സംസാരിക്കാം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ വന്നതിന് ശേഷം അവര് പിടുത്തം വിട്ട് സംസാരിച്ച്, അതായത് നിയന്ത്രണം വിട്ട് സംസാരിച്ച കുറെ കാര്യങ്ങൾ അവർക്കെതിരായിട്ട് തന്നെ വന്നു. അതിനിടയിൽ കൂട്ടുകാർക്കിടയിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ തന്നെ താറടിച്ച് കാണിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്ന ആകെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഏതായാലും അതിനുശേഷം ഈ പറഞ്ഞ തൊപ്പി ഒളിവിലായിരുന്നു. പിന്നെ തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന മമ്മു ഒക്കെ ഒളിവിലായിരുന്നു. മമ്മുവിനെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന മമ്മു, എനിക്ക് തോന്നുന്നു 18 വയസ്സായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പയ്യനെ പിടിച്ചിട്ടുണ്ട്. അതായത് ഈ തൊപ്പി ഗ്യാങ്ങുമായിട്ടുള്ള പ്രശ്നവും കഴിഞ്ഞതിന് ശേഷം അവര് ലൈവിൽ വന്നിട്ട് മമ്മു അതുപോലെ തന്നെ ഷമീർ അവര് കുറച്ചുപേര് ലൈവിൽ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് പരാമർശം നടത്തി. അതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പം മമ്മു അറസ്റ്റിലായിരിക്കുന്നത്. വാർത്തയൊന്ന് കാണാം. യുവതിക്ക് എതിരായ അധിക്ഷേപ പരാമർശത്തിൽ യൂട്യൂബർ തൊപ്പി ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ലൈവ് സ്ട്രീമിംഗിൽ യുവതിക്ക് എതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് കേസ്. മുബഷീർ പിയാക്കോടാണ് ചെയ്തത്. മുബഷീർ, തൊപ്പി ഏതായാലും ഒളിവിലാണ്, പക്ഷേ കൂട്ടാളികളെ ഓരോരുത്തരെയായി പിടികൂടിക്കൊണ്ടിരിക്കുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? അതേ വിനിത, കൂട്ടാളികളെ ഓരോന്നായിട്ട് പിടികൂടുന്നു പോലീസ്. നമുക്കറിയാം, തൊപ്പി എന്ന് അറിയപ്പെടുന്ന നിഹാദ് എന്ന് പറയുന്ന വ്യക്തി, യൂട്യൂബറായിട്ടുള്ള ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ഇയാളുടെ ഗ്യാങ്ങിൽ തന്നെ പെട്ട ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരുന്നു. മമ്മു എന്ന വിളിപ്പ് ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒന്നാമത് ഈ ജനറേഷൻ മാറുന്നതനുസരിച്ച് കുട്ടികൾ, അതായത് ഇപ്പൊ ഏത് ജനറേഷൻ ആണെങ്കിലും ഓരോ ജനറേഷനിലും അവരുടേതായ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും കാണും. അത് പ്രത്യേകതകളാകാം, കുഴപ്പങ്ങൾ കാണാം, അങ്ങനെ കുറെ സംഭവങ്ങളാണ്. അപ്പം എന്തായാലും ഇവിടെ സംഭവിച്ചത് ഈ ഒരു ജനറേഷനിൽ, അവരുടെ ആ ഒരു തലമുറയില് അവരുടേതായ, അതായത് ഏറ്റവും എളുപ്പത്തിൽ, അതായത് നമ്മുടെ ഫേസ് ഫെമിലർ ആയി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിടമാണ് സോഷ്യൽ മീഡിയ. അവിടെ നമുക്ക് ഗെയിമിങ് മുതലായ കാര്യങ്ങൾ ലൈവായിട്ടിരുന്ന് ചെയ്ത്, പിന്നെ നമ്മുടെ സംസാരത്തിലൂടെയാണ്. നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണം. ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ കൂടുതലും അവരെ ഇഷ്ടപ്പെടുകയും അതിലേക്ക് സബ്സ്ക്രൈബേഴ്സ്, ഇൻസ്റ്റയിലാണ് ഫോളോവേഴ്സ്, കാര്യങ്ങളെല്ലാം കയറി അങ്ങനെ അവർക്ക് റീച്ച് ആകും. പിന്നീട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യാനും കാണാനും ആളുകളുണ്ട്. അപ്പോൾ തൊപ്പിക്ക് അങ്ങനെ ഒരു പ്രത്യേകത എന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവര് കൂടുതലായിട്ടും കുറച്ച് നമ്മൾ പഴയ ജനറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കാലഘട്ടം ചിന്തിച്ചിരുന്ന കുറെ മോശപ്പെട്ട കാര്യങ്ങൾ, അയ്യോ ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ എങ്ങനത്തെ കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞാൽ സംസാരിച്ചാൽ അത് ശരിയാവും, ആളുകൾ എന്നാ വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും, ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അറ്റൻഷൻ കിട്ടി. അതായത് ശ്രദ്ധ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് റീച്ചായി, പണമായി, കാര്യങ്ങളായി. തൊപ്പിയുടെ ഗ്യാങ് ഹൗസിൽ എല്ലാവരും ചേർന്നു. ഗ്യാങ് ഹൗസ് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അവർ കുറച്ച് കൂട്ടുകാര് പല വഴിക്ക് വന്നു. അതിനുശേഷം ആ കൂട്ടായിട്ടിരുന്ന് ലൈവ് ചെയ്യുന്നു. അതിന്റെ ഇടയിലുള്ള സംസാരങ്ങൾ, പണം കുമിഞ്ഞുകൂടുന്നു. ഇതിനിടയിൽ പണം കുമിഞ്ഞുകൂടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ചിലർക്ക് അഹങ്കാരം ഉണ്ടാവും, ചിലർക്ക് കുറച്ചുകൂടെ ഡബിൾ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാം. നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അങ്ങ് സംസാരിച്ചേക്കാം. നിയമം കോടതിയും പോലീസും ഒന്നും ഇവിടെ ഒരു വിലയില്ല. കുറച്ച് പണം ഉണ്ടെങ്കിൽ, കുറച്ച് ആളുകൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തുമാകാം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ എന്താണെങ്കിലും അവര് തെറ്റുകളുടെ ലോകത്തിലേക്ക് പോയി. ഈ ലോകത്തിൽ അവര് മാത്രമല്ല തെറ്റ് ചെയ്യാത്തവരായിട്ട്, അല്ല തെറ്റ് ചെയ്ത ആളുകളായിട്ട് അവരെ താറടിച്ച് കാണിക്കാൻ പറ്റും. കാരണം മനുഷ്യന്മാരാണ് പല രീതിയിൽ. ഇപ്പം അവരെ കുറ്റം പറയുന്ന ഞാൻ പോലും ഞാൻ മിടുക്കന 100% മിടുക്കനാന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നിയന്ത്രണ രേഖകൾ കടന്നുകൊണ്ട് അവരുടെ സംസാരവും പ്രവൃത്തികളും എല്ലാം വന്നപ്പോഴാണ് ഇത് കുടുക്കിലായത്. പല സമയങ്ങളും ഇവര് വിവാദത്തിലാവുകയും മറ്റും സംഭവിച്ചിരുന്നെങ്കിൽ പോലും എന്തായിരുന്നു, അവരെ ഊരിപ്പോരും. കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഒരു ചാനൽ ചർച്ചയാണ്, ഒരു ചെറിയൊരു ഇന്റർവ്യൂ സെഷനിൽ പോലും മമ്മു എന്ന് പറയുന്ന ഈ പയ്യൻ, അവന്റെ ചെറുപ്പകാലത്തിൽ അവൻ ചെയ്തിരുന്ന കുറച്ച് കുരുത്തക്കേടുകളും കാര്യങ്ങളും അവൻ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. ആ കുരുത്തക്കേട് സമൂഹത്തിന് ഭയങ്കര മോശമായിട്ട്, അതായത് അവൻ സ്ത്രീകളെ വളരെ മോശമായിട്ട്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരുടെ പല സ്വകാര്യതകളിലും അവന്റെ ഒളിഞ്ഞു നോട്ടം കാര്യങ്ങളൊക്കെ അവൻ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. അതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളും. കാരണം
ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലായിരിക്കും. എന്തായിരുന്നെങ്കിലും അവിടെ തൊട്ട് പുള്ളി വിവാദത്തിലായി. പിന്നെ തൊപ്പി ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളിലാവുമായിരുന്നെങ്കിലും പിന്നീട് പുള്ളിയുടെ സ്ട്രീമിങ്ങും പരിപാടികളും അത്യാവശ്യം നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പഴയ ഒരു തൊപ്പിയുടെ ഫേസ് ഉണ്ട്. അതിനുശേഷം പിന്നീട് പുള്ളിയുടെ ഒരു വരവ് നല്ല രീതിയിൽ പുള്ളി ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ നല്ല സംസാരം, ചിലപ്പോൾ നല്ല സംസാരം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയി. പക്ഷെ ഇതിന്റെ ഇടയിലാണ് താറുമാറായത്. അവരുടെ ഇടയിൽ തന്നെ പടലപ്പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാൻ തുടങ്ങി. ആകെക്കൂടെ ഇപ്പൊ സംഭവിച്ചത് തന്നെയാണ്. തൊപ്പി ഒളിവിലാണ്. ഏത് ലെവലിൽ നിന്നിരുന്ന ഒരു സ്ട്രീമറാണ് തൊപ്പി. പക്ഷെ ഒരു കാര്യമുണ്ട്, തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഇപ്പം ഈ പറയുന്ന കേസും കാര്യങ്ങളുമാണ്. എന്തായാലും പിടിക്കപ്പെടാതെ പറ്റില്ല, പിടിക്കപ്പെടും. അല്ലെങ്കിൽ അദ്ദേഹം നിയമത്തിന്റെ വഴിക്ക് ജാമ്യം കിട്ടുമോ എന്താവണം നടത്തില്ല. തൊപ്പിക്ക് ഇനിയാണെങ്കിലും ഇപ്പൊ ഈ കേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വിഷയങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിയന്ത്രണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രീമിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പല്ലേ പുള്ളിക്ക് ഫോളോവേഴ്സ് കൂടും, സബ്സ്ക്രൈബേഴ്സ്. ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വരും, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വരും, ഉറപ്പാണ്. കാരണം തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങനെ അറിയാവുന്നവരാരും മറക്കത്തില്ല. കാരണം പുള്ളി കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു നേരത്തെ, പിന്നീട് നന്നായി. അപ്പൊ എന്തായാലും ഈ തൊപ്പി ഒരു വരവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് കൂടും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ തൊപ്പി ചെയ്യേണ്ട ഒരു കാര്യം, തനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് തൊപ്പിക്കും. തൊപ്പിയുടെ കൂടെ ഇപ്പൊ പോയ മമ്മു എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകാരനും. അതായത് മമ്മു എന്ന് പറയുന്ന വ്യക്തി 18 വയസ്സ് പോലും തികയാത്ത ഒരാളാണ്. 18 വയസ്സ് പോലും തികയാത്ത ഒരാൾ ചിലപ്പം ഒരു പ്രായത്തിന്റെ തിളപ്പുകൊണ്ടോ അറിവുകേട് കൊണ്ടോ ഇപ്പോഴത്തെ പിള്ളേര് സംസാരിക്കുന്ന ഭാഷയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. അങ്ങനെ വേണമെങ്കിൽ കരുതി അവൻ പിന്നീട് മെച്ചുവേർഡ് ആയിട്ട് വന്നതിന് ശേഷം താൻ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവൻ തിരിച്ചു വരികയാണെങ്കിൽ, അവന് തിരിച്ചു വരാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മള് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ എല്ലാ തെറ്റുകളും നമുക്ക് പൊറുക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് തെറ്റുകൾ, നമുക്ക് ക്ഷമിക്കാവുന്ന കുറച്ച് തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇനിയിപ്പം കേസായി എന്തായാലും പോലീസ് പിടിക്കുന്ന സാഹചര്യം അല്ലെ എന്താണെങ്കിലും അത് നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ പോകും. അതിനുശേഷം പുള്ളിക്കാരൻ തിരിച്ചൊരു നല്ലൊരു വരവ് വന്നാണെങ്കിൽ, അതായത് നമ്മള് തെറ്റുകളെല്ലാം മനസ്സിലാക്കി മനസ്താപത്തോടുകൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അല്ലെ, ഒരാൾക്ക് തിരുത്താനുള്ള അവസരം കൊടുക്കുക. പലതവണ തിരുത്താനുള്ള അവസരങ്ങൾ. ഇപ്പൊ മമ്മു ആണെങ്കിൽ പോലും ആദ്യം കുറെ സംസാരങ്ങൾ അവന്റെ പാളിപ്പോയപ്പോൾ തിരിച്ച് ആ ഗ്യാങ് ഹൗസിൽ വന്ന് അവരെ തിരുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷെ പിന്നീടും പാളിപ്പോയി. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രഷറുണ്ട്. പ്രഷറല്ല, ഒരേ പ്രായക്കാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഓളം കിട്ടും, എന്തും സംസാരിക്കാം എന്നുള്ളത്. അതും പക്ഷെ ലൈവിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ലക്ഷങ്ങളാണ് കേൾക്കുന്നത്. അവിടെയാണ് പാളിപ്പോകുന്നത്. കാരണം വരുന്ന തലമുറ അല്ലെങ്കിൽ പിള്ളേരൊക്കെ കേൾക്കുന്ന ഇതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, എൻ്റെ കൂട്ടുകാരന്റെ ഭാര്യ ഒരു ടീച്ചറാണ്, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പം ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന സമയത്ത് ഒരു സദസ്സിൽ പറയുകയാണ്, ആ ക്ലാസ്സിൽ അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ചെറിയ UP-യിൽ പഠിപ്പിക്കുകയാണ്. UP എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ്. അവിടെ ഇരിക്കുന്ന കുട്ടികൾ പറയുന്ന ഓരോ ഭാഷകളും തെറികളൊക്കെ അല്ല, തെറിയല്ലാത്ത കുറെ ഭാഷകളും ഒന്നും മനസ്സിലാകാത്ത ടീച്ചർ ഇതൊക്കെ എവിടുന്ന് കിട്ടി, എവിടുന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ പിള്ളേരോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ തൊപ്പിയുടെ ലൈവ് കണ്ടതാ. അങ്ങനെ ഓരോ ഇൻഫ്ലുവൻസേഴ്സിന്റെ പേരുകൾ പറയുകയാണ്. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ലൈവിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു പ്രായം ചിലർക്ക് ഭയങ്കര ഇതാണ്, ഇൻസ്പിറേഷൻ ആണ്. ഏത് ചീത്ത ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും പറയുന്നത്, പക്ഷെ അതിൽ ഇൻസ്പയർഡ് ആവുകയാണ്. കാരണം അരിയും പതിരും, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, തെറ്റും ശരിയും തിരിച്ചറിയാൻ മേലാത്ത ഒരു സാഹചര്യം. ഏത് പറയണം ഏത് പറയണ്ട എന്നുള്ളത് അറിയത്തില്ല. അവര് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. പിന്നെ ഇപ്പം കുട്ടികളൊക്കെ ഒരുപാട് പേര്, അതായത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കാത്ത ആള്, മുതിർന്നവരല്ല കുട്ടികൾ പോലും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇവരുടേതായ ഷോർട്ട് വീഡിയോസ്. അതിൻ്റെ അകത്ത് അവർ സംസാരിക്കുന്ന ചിലപ്പം നല്ല വാക്കുകളാണോ ചീത്ത വാക്കുകളോ എന്ന് അറിയത്തില്ല. എന്തോ അവർ പറഞ്ഞു, അത് ഞങ്ങൾ കേട്ടു, അത് പിന്നെ അതിന് ഇൻസ്പയർഡ് ആയിട്ട് അതേ വാക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ എന്താണെങ്കിലും ഒരു കൂട്ടം കുട്ടികൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട് ഇവര് ഇങ്ങനെയൊക്കെ കാണിച്ചു. പക്ഷെ നിയമത്തിന്റെ വശത്ത് നിന്നും വശം നോക്കുകയാണെങ്കിൽ അവര് ചെയ്ത തെറ്റിനെ, അതായത് അവരെ എന്താ പറയുക, തെറ്റ് ചെയ്തവരെ മറച്ചു പിടിച്ചുകൊണ്ട്
ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ നിയമം നിന്നില്ല. ഒരു അഡ്വക്കേറ്റ് കംപ്ലൈന്റ് കൊടുത്തു, ശ്രീജിത്ത് എന്നോ മറ്റോ തോന്നുന്നു അദ്ദേഹം, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ എന്താണെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ നിയമത്തിന്റെ കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ചെയ്ത തെറ്റുകൾ എന്താണെങ്കിലും ഓരോന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഡിജിറ്റലി എവിഡന്റ് ആണ് ഈ സാധനം. ഓരോ കട്ട്സും ഷോർട്സും ആയിട്ട് ഇവർ തന്നെ ഇട്ട കുറെ കാര്യങ്ങൾ ഇവർക്ക് തന്നെ എതിരെ വന്ന ഒരവസ്ഥയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്നു, അതായത് ഇവരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ന്യൂസ് ആകും. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ തോന്നണം, അതായത് അവർ ചെയ്തത് തെറ്റാണ്, അവരുടെ കയ്യിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തെറ്റാണ്. ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വിപത്ത് അവർ ചെയ്യുന്ന ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ കുരുക്കിലാകും. അപ്പോൾ എന്തായാലും ഒരുപാട് പണം ഉണ്ടാക്കിയായിരുന്നു ഇവരൊക്കെ. അതായത് ശരിയാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരുപാട് പണം ഉണ്ടാക്കാം. പണം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്, കാരണം നമ്മുടെ ജീവിക്കണമെങ്കിൽ പൈസ വേണം. പക്ഷെ അത് കൂടിപ്പോയതുകൊണ്ടോ ഏതോ ഒരു പോയിന്റിൽ ചിലപ്പോൾ അവരുടെ പിടിവിട്ടു പോയതായിരിക്കും. എന്താണെങ്കിലും ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉള്ള ശിക്ഷ അനുഭവിക്കാതെ പറ്റില്ല. ഇതിന് ശേഷം ഇനിയൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. കാരണം സോഷ്യൽ മീഡിയ ആണ്, അവർക്ക് നിയമത്തിന്റെ വശത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് റെസ്ട്രിക്ഷൻ വേണം അങ്ങനെയൊക്കെ പറയുമോന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഒരു തിരിച്ചുവരവുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് വരാതിരിക്കുമെന്ന് തോന്നുന്നില്ല. വന്നാൽ ഉറപ്പായിട്ടും ഒരുപാട് പേരെ തെറിവിളികൾ കാണും, ചീത്തവിളികൾ കാണും. ഈ ചീത്ത വിളിക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും എന്താ പറയുന്നത്, എല്ലാവരും നല്ലവരാകണമെന്നില്ല. ചീത്ത വിളിക്കുന്നവരും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്. എന്താണെങ്കിലും കല്ലേറുകൾ വരും, കല്ലേറുകൾ കൊള്ളുക, നന്നായി വരിക. കല്ലേറുകൾ കൊണ്ട് നന്നായി വരാനല്ല, ഒരുപാട് ചീത്ത കാര്യങ്ങൾ നിങ്ങളെ വരുമ്പം അനുഭവിക്കേണ്ടി വരും. സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. എങ്കിലും നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവരിക. ഈ തൊപ്പിയൊക്കെ ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്നത് ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യൂട്യൂബറെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആ അമേരിക്കൻ യൂട്യൂബർ, അതായത് ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഐഷോ സ്പീഡ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് പ്ലെയർ പ്ലസ് ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾ ആയിട്ട് വരെ സംസാരിക്കാനും അവരുമായിട്ട് ഒരു മിനിറ്റെങ്കിലും തന്റെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പുള്ളിയുടെ മിടുക്കാണ്. പുള്ളി കാണിക്കുന്നതും കുറെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആക്ഷൻസ് പ്ലസ് സംസാരം കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എവിടെയോ പുള്ളിക്കാരൻ നിയമലംഘനം നടത്തുന്നുണ്ടോന്ന് ചോദിച്ചാൽ നിയമലംഘനം നടത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്ക് പിടി വീണനെ. ഇൻ കേസ് ഇനി പിടിക്കാനിരിക്കുവാണോ എന്നാണെന്ന് അറിയത്തില്ല. ഐഷോ സ്പീഡിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന തൊപ്പി ഉറപ്പായിട്ടും ഒരു എന്റർടൈനർ ആയിട്ട് തന്നെ കൃത്യമായിട്ടും വരികയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു എന്റർടൈനർ, പുള്ളിക്കാരൻ്റെതായ ഒരു ഇതുണ്ട്. ഭാഷാ ശൈലിയിൽ, സംസാര ശൈലിയിൽ ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കി നല്ല എത്രയോ കാര്യങ്ങൾ ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാൻ. വന്ന് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങളെ തിരിച്ച് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. മോശമെന്ന് കണ്ടാൽ ഉറപ്പായിട്ട് അത് മോശമെന്ന് പറയുകയും ചെയ്യും. നമുക്ക് എത്ര നാളും ഒരു തെറ്റ് കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് നിൽക്കാൻ പറ്റില്ല. കണ്ണടച്ച് നിൽക്കാൻ പറ്റും. തെറ്റ് കണ്ടിട്ട് എത്ര നാൾ കണ്ണടച്ചുകൊണ്ടിരിക്കണം? കണ്ണു തുറക്കും. ഇതൊക്കെ ഒരു നാടാണ്. ഈ നാട്ടിൽ ഇതിൻ്റെതായ സിസ്റ്റം ഉണ്ട്. നമുക്ക് മാക്സിമം ഫ്രീഡം ഉണ്ട്, അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം യൂസ് ചെയ്യുന്നത് അനാവശ്യമായി പോയി കഴിയുമ്പോഴാണ് പ്രശ്നം. നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നന്നായിട്ട് ആസ്വദിക്കുക, പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. തൊപ്പിയുടെ ആദ്യകാലം മുതലുള്ള വീഡിയോസ് എല്ലാം ഫോളോ ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവർ സജീവമായതുകൊണ്ട് ഇവരുടെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഒരു സ്ക്രീൻ വഴി, അതായത് അവരുടെ ലൈഫിലേക്ക് നമ്മൾ കയറി ചെന്ന് അവരുടെ കൂടെ ഇരുന്നൊന്നല്ല, അവരെന്തോ സ്ക്രീനിൽ കാണിക്കുന്നു, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഇതിപ്പം ആർക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കും ഇതൊരു പാഠമാകണം. കാരണം നമ്മൾ ലംഘനം നടത്തി കഴിഞ്ഞാൽ, ഒരു അതിർത്തിയുണ്ട്, അതിർത്തിക്കപ്പുറം കടന്നു കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും അവർക്ക് ദോഷമാണ്. നമുക്ക് തൊപ്പിയൊക്കെ തന്നെ ഒരു ഉദാഹരണമായിട്ട് വെക്കാം. കാരണം അവര് നിയമം, അവരുടെ അതിർത്തികൾ ലംഘിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇനിയുള്ള കാലങ്ങളിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആളുകൾ. കാരണം ഇതിൽ ഒരുപാട് നല്ല രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള, അതായത് പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് നന്നായിട്ട് യൂസ് ചെയ്ത് വരുന്ന ആളുകൾ ആ ഫ്രീഡം നന്നായിട്ട് ഉപയോഗിക്കുക. പക്ഷെ അതിർ വരുമ്പോൾ കടക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും വളർന്നു വരുന്നതേ ഉള്ളൂ. തെറ്റായതൊന്നും പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. റിയാക്ഷൻ വീഡിയോസ് ആണ് കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തമാശകളുണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ റിയാക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എനിക്ക് മുന്നേ ഉള്ള നല്ല ഒത്തിരി നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നല്ലതെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ശരി, ബൈ.